പ്രോജക്റ്റ് കുശ ഇതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം. നമ്മൾ ഇതിനെപ്പറ്റി മുമ്പ് കേട്ടിട്ടുള്ളതുമാണ്, അറിയാവുന്നതുമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നതാണ് പ്രോജക്റ്റ് കുശ എന്നുള്ളത്. ഇതിൻ്റെ പല വിവരങ്ങളും ഇന്ന് അവൈലബിൾ ആണെങ്കിൽ തന്നെയും കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ പരീക്ഷണ വിജയങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്. കാരണം എന്തെന്നറിയാമോ, ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് പ്രോജക്റ്റ് കുശയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. അത് DRDO വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല വായു മിസൈലാണ് പ്രോജക്റ്റ് കുശയുടെ ആദ്യ പരീക്ഷണത്തിൽ വിജയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നടത്തിയത്? ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ഇതിൻ്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷണത്തിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരീക്ഷണ രീതി എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്ന വേഗതയിലും ഉയർന്ന ഉയരത്തിലും ശത്രു വിമാനങ്ങളെ പാഞ്ഞെത്തി തകർക്കാനുള്ള ശേഷി പ്രോജക്റ്റ് കുശയ്ക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സിമുലേറ്റഡ് ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ കഴിയുന്ന, ഇലക്ട്രോണിക് ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് പ്രോജക്റ്റ് കുശയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. 3 തട്ടുകളായിട്ട് 3 ടയർ ഡിഫൻസ് സിസ്റ്റമാണ്, എയർ ഡിഫൻസ് സിസ്റ്റമാണ് പ്രോജക്റ്റ് കുശ ഒരുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ മിസൈൽ സിസ്റ്റം മാത്രമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 150 കിലോമീറ്റർ പോകാൻ കഴിയുന്ന മിസൈൽ, 250 കിലോമീറ്റർ, 350 മുതൽ 400 കിലോമീറ്റർ, ഇത്രയും പരിധിയിൽ പൂർണ്ണ കവചമൊരുക്കുകയാണ് കുശ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഭാഗത്തേക്ക് വരുന്ന എന്തിനേയും തടുത്തു നിർത്താനുള്ള ശേഷിയുണ്ട് ഇതിന് എന്നുള്ളതാണ്. അതിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലും പെടും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 വേരിയൻറ്റുകളാണ്, M1, M2, M3 എന്നുള്ളതാണ് ഈ 3 വേരിയൻറ്റുകൾ. 3 ദൂരങ്ങളെ കവർ ചെയ്യാനായിട്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, മിക്കവാറും പ്രതിരോധ സംവിധാനം വാങ്ങിച്ചു കഴിയുമ്പോൾ അതിലുണ്ടാവുക ദീർഘദൂര ആക്രമണ ശേഷിയായിരിക്കും. സാധാരണ ഒരു രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നു 600 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ വാങ്ങിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് അടുത്തേക്ക് വരുന്ന ഒരു ചെറിയ ഡ്രോണിനെ തകർക്കാൻ ഈ വലിയ മിസൈൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ തകർക്കാൻ വേണ്ടി ഒരു യുദ്ധവിമാനത്തിനെ തകർക്കേണ്ട ഒരു മിസൈലിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ അത് തകർക്കാനായിട്ട് ഈ 150 കിലോമീറ്റർ പരിധിയിലുള്ള കുശയുടെ M1 ഒക്കെ മതിയാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 3ാം തലമുറയോ 4ാം തലമുറയിലോ പെട്ട ഒരു യുദ്ധവിമാനത്തെ തകർക്കാനായിട്ട് ഇത് തന്നെ ധാരാളമാകുമെന്നാണ്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്റ്റെൽത്ത് വിമാനം വരുന്നു, അതിമാരകമായ വേഗത്തിൽ റഡാറുകളുടെ കണ്ണ് തെറ്റിച്ച് പായുന്ന ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ, അല്ലെങ്കിൽ ഒരു ഡ്രോണിനെ, ഒരു ക്രൂയിസ് മിസൈലിനെ ഒക്കെ തകർക്കാൻ, അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനെയൊക്കെ തകർക്കാനുള്ള ശേഷി എന്തിനുണ്ടാവണം? കുശയ്ക്ക് അതേസമയം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ 3 ഘട്ടങ്ങളിലായി 3 തരത്തിൽ ആക്രമണശേഷി വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രോജക്റ്റ് കുശ എന്നുള്ളത്. അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ശക്തി കൂടിയാണ് പ്രോജക്റ്റ് കുശ എന്നുള്ളത്. ഇനി നമ്മുടെ സുദർശന ചക്ര എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലോടുകൂടി തന്നെ സുദർശന ചക്ര ഏറെ ഫേമസ് ആയതാണ്. ലോക രാജ്യങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ചേടാ, റഷ്യ പോലും അത്ഭുതപ്പെട്ടു കേട്ടോ. റഷ്യ എന്താ ചെയ്തത്? റഷ്യ പറഞ്ഞു, നമ്മൾ ഇവർക്ക് കൊടുത്തതാകപ്പാടെ S-400 മാത്രമല്ലേ, ഇതിപ്പോൾ S-400 മാത്രമല്ലല്ലോ ഇവർ പ്രയോഗിക്കുന്നത്. അതെ, ഞങ്ങൾ S-400 മാത്രമല്ല പ്രയോഗിക്കുന്നത്, നമ്മുടെ കയ്യിൽ ആകാശുണ്ട്, അഗ്നിയുണ്ട്, മറ്റു പല മിസൈലും ഉണ്ട്, പ്രതിരോധത്തിനൊപ്പം ആക്രമണവും. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ശൈലി. ഇന്ത്യ പ്രതിരോധിക്കും, ഏതൊരു ഭീകരപ്രവർത്തനത്തെ തടുക്കും, ഒപ്പം തന്നെ ഇങ്ങോട്ട് വിട്ടവനെ ഉണ്ടല്ലോ വീട്ടിൽ കയറി അടിക്കും. അതാണ് സുദർശന ചക്രയുടെ പ്രത്യേകത. സുദർശന ചക്ര ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒരേ സമയമുള്ള ഒരു ഷീൽഡാണ്. അതിനകത്ത് നിന്ന് ആക്രമിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എയർ ഡിഫൻസ് ഗ്രിഡായിട്ടുള്ള സുദർശന ചക്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എയർ ഡിഫൻസ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പ്രോജക്റ്റ് കുശയും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഇപ്പോൾ സുദർശന ചക്രയോടൊപ്പം ചേർത്ത് വയ്ക്കാനാണ് കുശയെയും ഒരുക്കുന്നത് എന്നുള്ളതാണ്. പടിഞ്ഞാറൻ അതിർത്തി മേഖല, അതായത് പാകിസ്ഥാൻ എന്നുള്ള ഏത് ആക്രമണത്തെയും ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഈ പറയുന്ന S-400 എന്ന് പറയുന്ന മിസൈൽ ഉണ്ടല്ലോ, ആ S-400ൻ്റെ ഒരു ദേശീയ വേർഷനാണിത് എന്ന് തന്നെ പരക്കെ പറയുന്നുണ്ട്. ദേശീയ S-400 ആണ് പ്രോജക്റ്റ് കുശയിലൂടെ തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളതാണ്.
അതായത് S-400 ട്രയംഫിൻ്റെ സംവിധാനത്തിന് തുല്യമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കുശയ്ക്കാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നോളജിയും നമ്മൾ പറഞ്ഞല്ലോ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് എല്ലാം തന്നെ. ആ നൂതന ലോഞ്ച് റഡാറുകൾ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക്, ഇവയുടെ എല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം സമന്വയിപ്പിച്ച് സംയോജിപ്പിച്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതിനൊരു റഡാർ സംവിധാനം ഉണ്ടായിരിക്കും, ഇതിന് ഒരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു AI കൺട്രോൾ ഉണ്ടായിരിക്കും. ആ AI ഉപയോഗിച്ചുകൊണ്ട് ഇതിന് സ്വയം തീരുമാനമെടുക്കാനും ശത്രുവിൻ്റെ താവളത്തിലെത്തിയാൽ അതിനെ തകർക്കാനും ഒക്കെയുള്ള ഒരു ഡിറ്റക്ഷൻ മെത്തേഡുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് ഇത് അയക്കുന്നത്, അവിടെ ഇവരുടെ മിസൈൽ സിസ്റ്റം അവിടെ ഇരിപ്പുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ അറിഞ്ഞു, ഇത് സാറ്റലൈറ്റ് വഴി നമ്മൾ അറിഞ്ഞു. അവിടേക്ക് നമ്മൾ ഈ മിസൈൽ നമ്മുടെ ഈ ആക്രമണിക്കാനുള്ള ഇല്ലെങ്കിൽ ഈ പ്രതിരോധിക്കാനുള്ള മിസൈൽ നമ്മൾ അയക്കുകയാണ്. അപ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ മിസൈൽ ലോഞ്ച് പാഡ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. മൊബൈൽ സംവിധാനമായിരിക്കുമല്ലോ, അത് മൂവ് ചെയ്യുന്നു, മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. അപ്പോൾ എന്താ AI സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗം ഏതെന്ന് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ തെർമോ സെൻസറുകളൊക്കെ ഓൺ ചെയ്ത് അത് വെച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനം എവിടേക്കാണ് നീക്കിയത് എന്ന് കണ്ടെത്തി അവിടെ ചെന്ന് ആക്രമിച്ച് തകർക്കുക. ഇതിനൊക്കെ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും. ഇനി അതുമാത്രവുമല്ല, ഒരേ സമയം നമ്മളൊരു മിസൈൽ അയക്കുന്നു, ആ മിസൈൽ ചെല്ലുന്നു, അവരുടെ ആക്രമണ സംവിധാനത്തെ തകർക്കാനാണ്. അവിടെ നിന്ന് മിസൈൽ കുതിച്ചു പൊങ്ങുമ്പോൾ തന്നെ ഇത് നിരവധി ഡാറ്റകൾ തിരിച്ചയക്കും. ഈ ഡാറ്റകൾ എന്ന് പറയുന്നത് ഒരു മിസൈൽ ചെന്നിട്ട് ഈ ലോഞ്ച് പാഡിനെ തകർക്കുന്നതിനോടൊപ്പം തന്നെ ആ പരിസരത്ത് മറ്റെന്തൊക്കെ ആക്രമണ സംവിധാനങ്ങളുണ്ട് എന്നതുകൂടി നിരീക്ഷിക്കാനും ആ വിവര കൈമാറ്റത്തിനും കൂടി ഇത്തരം മിസൈലുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ ഒരു മിസൈൽ എന്ന് പറയുന്നത് ആക്രമണവും പ്രതിരോധവും മാത്രമല്ല, വിവരങ്ങളുടെ ഡാറ്റകളുടെ ശേഖരണം കൂടി നടത്തുന്ന സംവിധാനമായിട്ട് AI മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളൊരു മിസൈൽ ശത്രു രാജ്യത്തിനുള്ളിലേക്കാണ് അയക്കുന്നത്. ആ പോകുന്ന വഴി മുഴുവൻ ട്രാക്ക് ചെയ്യപ്പെടുന്നു, അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നു, അവിടെ എല്ലാം അലർട്ട് ചെയ്യുന്നു, അതിൻ്റെ സംവിധാനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു. അങ്ങനെ ചെന്നതിന് ശേഷമാണ് ഒരു മിസൈൽ പതിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ മിസൈലിൻ്റെ ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. അങ്ങനെ ഇത് മാത്രവുമല്ല, മറ്റേതെങ്കിലും ഒരു തടസ്സം വഴിയിലുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ മറികടന്നു പോകാനുള്ള സ്വയം ബുദ്ധി കൂടി ഇത്തരം സംവിധാനങ്ങൾക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകോത്തരമായിട്ടുള്ള എല്ലാ പദ്ധതികളെയും ഇന്ത്യ സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണല്ലോ അത്. അപ്പോൾ പ്രതിരോധ ഇറക്കുമതി കുറയ്ക്കുക, നമ്മളുടെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായും നമുക്ക് വിജയം നേടാനാവുക, അതിൽ പൂർണ്ണത നേടുക, നിയന്ത്രണം നേടാനും ഈ സിസ്റ്റത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിൽ ഇത്രയും ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങൾ 2 3 ഒക്കെയുള്ളൂ. ഒന്ന് അമേരിക്ക, ഒന്ന് ചൈന, ഒന്ന് റഷ്യ, ഫ്രാൻസ്, ഇന്ത്യ, UK. ഇതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് ഈ സംവിധാനം ഇല്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകാശ നിരീക്ഷണം പോലെയുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. പ്രോജക്റ്റ് കുശയുടെ പരീക്ഷണം ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ മാറ്റുരയ്ക്കുന്ന കാര്യമാണെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഗോവർദ്ധന പർവ്വതം എപ്രകാരമാണോ ജനങ്ങളെ സംരക്ഷിച്ചത്, അതുപോലെ രാജ്യത്തിൻ്റെ ആകാശത്തെ സംരക്ഷിക്കാൻ പ്രതിരോധ കവചമായി ഇത് മാറുമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. മുൻ എയർ ചീഫ് മാർഷലായിട്ടുള്ള അനിൽ ഖോസ്ല, സന്ദീപ് ഉണ്ണിത്താൻ തുടങ്ങിയവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള S-400 ബരാക് 8 ആകാശ സിസ്റ്റങ്ങളുമായി പ്രൊജക്റ്റ് കുശ സമന്വയിപ്പിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശ പ്രതിരോധം മറികടക്കാൻ എതിരാളികൾക്കാവില്ല എന്നുള്ളതാണ്. ഇന്ന് ആലോചിച്ചു ഒറ്റ കാര്യവും കൂടെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം, നമ്മൾ S-400 റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു. നമ്മൾ ഈ പറയുന്ന പോലെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. നമ്മൾ മറ്റ് പല രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പല ടെക്നോളജികളും വാങ്ങിക്കുന്നു. ഇതെല്ലാം നമുക്കിവിടെ ഇൻഡിജീനിയസ് ആയിട്ട് ഗംഭീര സംവിധാനങ്ങളുണ്ട്. നമ്മൾ മിസൈലുകളുടെ കിങ് ആണെന്നേ ഈ രാജ്യം. അങ്ങനെയുള്ള ഈ രാജ്യം ഇതിനെല്ലാം സമന്വയിപ്പിച്ച് ഒന്നാക്കി വെച്ചുകൊണ്ട് ഒരു ഗംഭീര സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ദീർഘദൂരത്തിലുള്ള മിസൈലുകൾ മുതൽ ഏറ്റവും ഷോർട്ട് റേഞ്ചുള്ള 50 കിലോമീറ്റർ 30-40 കിലോമീറ്ററൊക്കെ പോയിട്ട് തകർക്കാൻ പറ്റുന്ന ആയുധങ്ങളും നമ്മൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കുന്ന പ്രതിരോധ ശേഷിയാണ് നമ്മുടെ കവചമായി വരിയിരിക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവർദ്ധന പർവ്വതം ഈ പറയുന്ന വ്രജജനങ്ങളെ എങ്ങനെയാണോ സംരക്ഷിച്ചത്,
അതുപോലെ നമ്മളെ ഭാരതത്തിനെ പ്രൊജക്റ്റ് കുശ സംരക്ഷിക്കുന്നു, ഏറ്റവും നിർണായക ശക്തിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ഇത് മാത്രവുമല്ല, രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ലോകോത്തരമായ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ അത് നമ്മൾ ഇന്ന് ഒന്നാമതായി ഏതാണ്ട് 45,000 കോടിയിലേക്കൊക്കെ നമ്മളുടെ വിറ്റുവരവ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 50,000 കോടിയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയും. 1,00,000 കോടിയുടെ പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിലേക്ക് ഇന്ത്യ പ്രതിവർഷം കടക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ളൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും ഇനി ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. അത്രയേറെ വലിയ ഒരു രാഷ്ട്രമായി, പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. പ്രോജക്റ്റ് കുശ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.